എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഉത്തരം നൽകുന്ന ഒരു രചനയെക്കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ രചന തുടങ്ങുന്നത് തന്നെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നിൽ നിന്നാണ്. എന്താണ് മതം? അതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമാണ്, പക്ഷെ അവിശ്വസനീയമാം വിധം ശക്തവുമാണ്. മതം ഒരു മനുഷ്യനാണ്. ഈ ഒരൊറ്റ വാചകത്തിലാണ് അവരുടെ മുഴുവൻ വാദവും കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോ ഈയൊരു ആശയം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മനുഷ്യചരിത്രത്തിന്റെ തുടക്കത്തിലേക്ക്, അതിന്റെ ആദ്യത്തെ പേജുകളിലേക്ക് തന്നെ ഒന്ന് പോകേണ്ടിവരും. ഈ രചന നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഖലീഫ എന്നൊരു കോർ കോൺസെപ്റ്റ് ഈ രചന മുന്നോട്ട് വയ്ക്കുന്നത്. ആരാണീ ഖലീഫ? വളരെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു പാലം, ഒരു ജീവനുള്ള കണ്ണ്. അതാണ് ഖലീഫ. ഇനി നോക്കൂ, ഇവിടെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ആദമാണ് ആദ്യത്തെ ഖലീഫ എന്ന് വാദിക്കാൻ ഈ രചന ഖുർആനിൽ നിന്നും ബൈബിളിൽ നിന്നും ഒരേപോലെ വചനങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഇതൊരു പ്രത്യേക മതത്തിന്റെ മാത്രം കാര്യമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ തന്നെ ഒരു പൊതുവായ ആശയമാണെന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ രചന പറയുന്നതനുസരിച്ച് ഇതൊരിക്കലും ആദമിൽ അവസാനിക്കുന്നൊരു കാര്യമല്ലായിരുന്നു. അല്ല, ഇതൊരു തുടക്കമായിരുന്നു. ഒരു പ്രതിനിധിയിൽ നിന്ന് അടുത്തയാളിലേക്ക് അങ്ങനെ കൈമാറിപ്പോകുന്ന ഒരിക്കലും മുറിയാത്ത ഒരു ശൃംഖലയുടെ തുടക്കം. ഈ ഒരു ഉദ്ധരണി അവരുടെ പ്രധാന ആശയം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നോക്കൂ, ആദം മരിക്കുന്നു, പക്ഷേ ദൈവം ജീവിക്കുന്നു. എങ്ങനെ? കാരണം ആ ആത്മാവ് സേത്തിലേക്ക് കൈമാറുന്നു. നോഹ മരിക്കുന്നു, പക്ഷേ ആത്മാവ് ഷേമിലേക്ക് നീങ്ങുന്നു. അവസാനം പറയുന്നു, മുഹമ്മദ് മരിക്കുന്നു, പക്ഷേ ആത്മാവ് അലിയിലേക്ക് നീങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ, ശരീരം നശിച്ചാലും ആ ദൈവിക ചൈതന്യം അതൊരു ജീവിക്കുന്ന പ്രതിനിധിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് എപ്പോഴും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ നിങ്ങളുടെ മനസ്സിലും ഇപ്പോ ഒരു ചോദ്യം വരുന്നുണ്ടാവുമല്ലേ? ഒരൊറ്റ മതം, ഒരൊറ്റ ശൃംഖല. അതാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഇന്ന് ഇത്രയധികം വ്യത്യസ്ത മതങ്ങളുണ്ടായത്? ആ ചോദ്യത്തിനും ഈ രചനയ്ക്കൊരു ഉത്തരമുണ്ട്. ഓരോ പുതിയ മതവും ഉണ്ടാകുന്നത് ഈ ശൃംഖല മുറിയുമ്പോഴാണ് എന്നാണ് ഈ രചന വാദിക്കുന്നത്. വളരെ സിമ്പിളാണ് ആശയം. അതായത് ഒരു സമൂഹം അവരുടെ കാലഘട്ടത്തിലെ ദൈവം നിയമിച്ച പിൻഗാമിയെ അംഗീകരിക്കാതെ വരുമ്പോൾ ആ കണ്ടവിടെ മുറിയുന്നു. അവിടെ ഒരു പുതിയ മതമുണ്ടാകുന്നു. അതിനവർ ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. യഹൂദർ അവരുടെ മിശിഹയായ യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ ശൃംഖലയിൽ നിന്ന് വേർപെട്ടുപോയി എന്ന് പറയുന്നു. അതുപോലെ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയെ അംഗീകരിക്കാതെ വന്നപ്പോൾ അവരും ആ തുടർച്ചയിൽ നിന്നും മാറിപ്പോയി എന്നാണ് ഈ രചനയുടെ വാദം. അപ്പോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈയൊരു കാഴ്ചപ്പാടനുസരിച്ച് കയ്യിലൊരു വിശുദ്ധഗ്രന്ഥം മാത്രമുണ്ടായാൽ പോരാ. കാരണം ജീവിക്കുന്ന ഒരു പിൻഗാമിയില്ലെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അർത്ഥം, അതിന്റെ ആത്മാവ്, അത് ആ പിൻഗാമിയോടൊപ്പം മൺമറഞ്ഞു പോകും. അതിന് ശരിയായൊരു വ്യാഖ്യാനം നൽകാൻ ദൈവീകമായി നയിക്കപ്പെടുന്ന ഒരാളെപ്പോഴും വേണം. ശരി, ഇനി നമുക്ക് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള പിന്തുടർച്ചയെക്കുറിച്ച് ഈ രചന എന്ത് പറയുന്നു എന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. കാരണം ഈയൊരു ഭാഗത്തിന് അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രവാചകനോടുകൂടി ആ ദൈവീക മാർഗനിർദ്ദേശത്തിന്റെ ശൃംഖല അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? എന്നാൽ ഈ രചന ആ ഒരു വിശ്വാസത്തെ നേർക്കുനേർ ചോദ്യം ചെയ്യുകയാണ്. അതിനവർ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാചകന്റെ മരണക്കിടക്കയിൽ നടന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് പ്രവാചകന് അസുഖം കൂടുതലാണ്, നമ്മുടെ കയ്യിൽ ഖുർആനുണ്ടല്ലോ, അതും മതി എന്ന് ഉമർ പറഞ്ഞതായി ഈ രേഖ ഉദ്ധരിക്കുന്നു. അങ്ങനെ ഒരു വാദം വന്നതുകൊണ്ട് പിൻഗാമിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു രേഖ എഴുതാൻ പ്രവാചകനെ കഴിഞ്ഞില്ല എന്നാണവർ പറയുന്നത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. പ്രവാചകൻ ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നുവെന്ന് ഈ രചന ശക്തമായി വാദിക്കുന്നു. അലിക്ക് പറഞ്ഞുകൊടുത്ത ആ വിൽപത്രത്തിൽ അലി, എനിക്കു ശേഷം 12 ഇമാമുകൾ വരും, അവർക്ക് ശേഷം 12 മഹ്ദികളും എന്ന് വ്യക്തമായി പറയുന്നുണ്ടെന്നും അലിയിൽ തുടങ്ങുന്ന ആ പിൻഗാമികളുടെ പേരുകൾ അതിലുണ്ടെന്നും അവർ പറയുന്നു. അതുപോലെ തന്നെ ഗദീർ ഖും എന്ന സ്ഥലത്ത് വെച്ച് നടന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവവും ഇവർ എടുത്തുകാണിക്കുന്നു. അവിടെ വെച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ ഞാൻ ആരുടെ യജമാനനാണോ അലി അവന്റെ യജമാനനാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. ഇത് അലിയെ പിൻഗാമിയായി നിയമിക്കുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു എന്നാണ് ഈ രചന വാദിക്കുന്നത്. പ്രവാചകൻ എന്താണ് പിൻഗാമികൾക്കായി ബാക്കിവെച്ചത് എന്നതിലും 2 അഭിപ്രായങ്ങളുണ്ട്. സാധാരണയായി പറയുന്നത്
ഖുർആനും എന്റെ സുന്നത്തും, അതായത് പാരമ്പര്യവും എന്നാണ്. എന്നാൽ ഈ രചന പറയുന്നത് അതല്ല. പ്രവാചകൻ പറഞ്ഞത് ഖുർആനും എന്റെ കുടുംബവും എന്നാണ്. അപ്പോ മാർഗനിർദ്ദേശത്തിനായി നമ്മൾ നോക്കേണ്ടത് സുന്നത്തിലേക്കല്ല, മറിച്ച് പ്രവാചകന്റെ കുടുംബത്തിലേക്കാണ് എന്നിവർ സമർത്ഥിക്കുന്നു. ഇതിനെയെല്ലാം സാധൂകരിക്കാൻ ഖുർആനിലെ ഒരു പ്രധാന വചനത്തെ ഇവർ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അലിയെ പിൻഗാമിയായി നിയമിച്ച ദിവസമാണ് ഇസ്ലാം പൂർണ്ണമാക്കപ്പെട്ടത് എന്ന് ഖുർആൻ പറയുന്നതാണെന്നാണ് ഇവരുടെ വാദം. അതായത് മതത്തിന്റെ പൂർണ്ണത എന്നത് അതിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിലാണ്, അല്ലാതെ അത് അവസാനിക്കുന്നതിലല്ല. അപ്പോ ചരിത്രത്തിൽ നിന്ന് തുടങ്ങി ഈ രചനയുടെ വാദങ്ങൾ നേരെ വന്നെത്തുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷത്തിലേക്കാണ്. ഈ ഒരു ഹദീസ് നോക്കൂ. തന്റെ കാലഘട്ടത്തിലെ ഇമാമിന് പ്രതിജ്ഞ ചെയ്യാതെ ഒരാൾ മരിച്ചാൽ അവൻ മരിക്കുന്നത് അജ്ഞതയുടെ മരണമാണ്. ഇതുപോലുള്ള പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രചന പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഏത് കാലത്ത് ജീവിക്കുന്ന ആളായാലും അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ആ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ പ്രതിനിധിയെ, അതായത് ഇമാമിനെ കണ്ടെത്തുക എന്നതാണ്. മാത്രമല്ല, ഓരോ നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ ദൈവം ഈ മതം പുതുക്കാൻ ഒരാളെ അയക്കും എന്നൊരു വിശ്വാസവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ആ ശൃംഖല മുറിഞ്ഞിട്ടില്ല, അതിപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്നും നമുക്കിടയിൽ ആ ശൃംഖലയിലെ ഒരു ജീവിക്കുന്ന കണ്ണ് ഉണ്ടാകണം. അപ്പോ ഈ രചന എത്തിച്ചേരുന്ന നിഗമനം ഇതാണ്: ജീവിച്ചിരിക്കുന്ന ഇമാമിനെ കണ്ടെത്തുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. മുഹമ്മദ് നബിക്ക് ശേഷമുള്ള പിൻഗാമികളെക്കുറിച്ച് പറയുന്ന ഒരേയൊരു രേഖ പ്രവാചകന്റെ വിൽപത്രമാണ്. ആ വിൽപത്രത്തിൽ പറയുന്ന പിൻഗാമി ഞാനാണെന്ന് ഇന്ന് ഒരാൾ മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ആ മനുഷ്യനാണ് ഇന്നത്തെ മതം. അതെ, ഈ പിന്തുടർച്ച എന്നത് ഒരു ചരിത്രകഥയല്ല, മറിച്ച് കൺമുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണെന്നാണ് ഈ രചനയുടെ അവസാന വാക്ക്. അതുകൊണ്ട് ഈ രചന നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിൽ ഒരു വലിയ ചോദ്യം ബാക്കി വയ്ക്കാണ്. അവരുടെ വാദങ്ങളെല്ലാം ശരിയാണെന്ന് ഒരു നിമിഷത്തേക്ക് സങ്കൽപ്പിച്ചാൽ, ആ ദൈവിക ശൃംഖല ഇന്നും മുറിയാതെ തുടരുന്നുണ്ടെങ്കിൽ ആരാണ് ഇന്നത്തെ ആ കണ്ണി? ആ കണ്ണിയെ കണ്ടെത്തുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു വിശ്വാസിക്ക് ചെയ്യാനുണ്ടോ? ഈയൊരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം.